പി വി അൻവറിന് നിലനിൽപ്പുണ്ടോ അല്ലെങ്കിൽ പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രസ്ഥാനമായിട്ട് വളർന്നോ എന്നുള്ളതൊക്കെയാണ് ഈ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊക്കെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്നതാണ്? അതെ. പാർട്ടി അംഗങ്ങളായിരുന്നു? അല്ലായിരുന്നു. പി അംഗങ്ങളാണ്? അല്ലല്ല. അൻവറിനോടുള്ള ആഭിമുഖ്യം ആത്മത്തിൽ വന്നാണ്. എങ്ങനെ? അങ്ങനെ തന്നെ. അതെ. നേരത്തെ സി പി എമ്മായിട്ട് ബന്ധമൊന്നുണ്ടായി? അല്ല സി പി എം അതുകൊണ്ട് അൻവറിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു? അയ്മൻ്റെ വർഷത്തിൽ ഞാൻ ഉണ്ട് തോന്നി, അതുകൊണ്ട് വന്നു. പ്രത്യേകിച്ച് രാഷ്ട്രീയ ചായ്വുകളൊന്നും? ഇല്ല കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ്സുകാരാണ്? കോൺഗ്രസ്സാണ്? അല്ല, പുതിയതും പഴയതൊക്കെ അന്ന് ഇന്നൊക്കെ കോൺഗ്രസ്സുകാരാണ്. പക്ഷേ അൻവറിനൊപ്പം സി പി എമ്മിലേക്ക് വന്ന കോൺഗ്രസ്സുകാരാണ്? അല്ലല്ല, ഞങ്ങൾ അന്നും ഇന്നും കോൺഗ്രസ്സുകാരാണ്. അൻവറിൻ്റെ നിലപാടുകൾ ശരിയാണെന്ന് തോന്നി. അപ്പം ഇനി എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഇതിനകത്ത് പാർട്ടി അംഗങ്ങളൊക്കെ പങ്കെടുക്കും? എല്ലാവരും പങ്കെടുക്കും. പാർട്ടി അംഗങ്ങളൊക്കെ പങ്കെടുക്കും. സി പി എം അംഗങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശമുണ്ടല്ലോ, പങ്കെടുക്കരുതെന്ന നിർദ്ദേശം പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് താക്കീത് മുന്നറിയിപ്പൊക്കെ ഉണ്ട്. സി പി എമ്മിൻ്റെ നമ്മൾ സി പി എമ്മിൻ്റെ ആളല്ല. നിങ്ങൾ പാർട്ടി അല്ല പാർട്ടി എന്തുകൊണ്ട് വന്നു? അല്ല, വെറുതെ ഒന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. എന്ത് പറയുന്നു എന്നറിയാം. അൻവർ പറഞ്ഞൊക്കെ നമ്മൾ മനസ്സിലായി, യാഥാർത്ഥ്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അൻവറിനോട് പ്രത്യേക ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. കാരണം നിലമ്പൂരിന് ആ കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ? വ്യക്തിപരമായ കമ്മിറ്റ്മെൻ്റ് ആണോ? വേറെ തന്നെ നമ്മൾ പാർട്ടിക്ക് അനുഭാവികളൊക്കെ ആയിരുന്നു. സി പി എം അനുഭാവികൾ? സി പി അനുഭാവികളായിരുന്നു. നമ്മൾ ഇന്ന് വരെ സി പി എമ്മിനെ വോട്ട് ചെയ്ത്. പക്ഷെ അൻവർ പറഞ്ഞുകൊടുത്ത് പോയിന്റുകളുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെ എല്ലാവരും ഒഴിവാക്കാണ്ട് ഇപ്പോൾ പാർട്ടി ഇനിയിപ്പോൾ വോട്ട് സി പി എമ്മിനല്ല അൻവറിനായിരിക്കും. അതെ, സി പി എമ്മിൻ്റെ നിലപാടനുസരിച്ച് ഞങ്ങളെ വാർഡിൽ ഒരു വോട്ടിനൊക്കെ ഞങ്ങൾ പടവെട്ടി ലീഗിനോണ്ട് വിജയിപ്പിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് വിജയിപ്പിച്ചു. വാർഡാണ്? അത് ഞങ്ങൾ വായക്കാട് മുണ്ടുപോയി വാർഡ് അവരൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ എല്ലാവരും വായക്കാട് നിന്ന് വരികയാണോ? എവിടുന്നാ? നമ്മൾ വായക്കാട് മുണ്ടുമൊഴി. എവിടുന്ന? നിലമ്പൂർ. പാർട്ടി മെമ്പറായിരുന്നു അല്ലെങ്കിൽ പാർട്ടി അനുഭാവിയാണ്. പാർട്ടിയോടുള്ള കമ്മിറ്റ്മെന്റ് കൂടുതൽ അൻവറിനോട് ചെയ്തത് അൻവറിനാണ് വോട്ട് ചെയ്തത്. വോട്ട് അൻവറിനാണ്. അൻവറിന്റെ നിലപാടുകളാണ് ശരിയെന്ന് വിശ്വസിക്കും. അതിലൊരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്. എന്താണ് അൻവർ പറയുന്നതെന്ന് മനസ്സിലാക്കുക. അൻവറിനോടൊപ്പമാണ് ഇപ്പോൾ പകുതി. ഇപ്പം എന്ന് വെച്ചാൽ അൻവർ ഈ യോഗത്തോടു കൂടി തീരുമാനമാവും എന്താണ് ചെയ്യേണ്ടതെന്ന്. പാർട്ടി ഉണ്ടാക്കുകയാണ് കൂടെ ഉണ്ടാവും. ഇപ്പം പറയാൻ പറ്റില്ല, 2-ാം തീയതി കഴിഞ്ഞിട്ട് പറയാം. 2-ാം തീയതി പ്രഖ്യാപിക്കുന്ന. എവിടെന്നാ വരുന്നത്? കൊണ്ടോട്ടിന്ന് വരിക. എന്തുകൊണ്ട് കൊണ്ടോട്ടിന്നൊക്കെ? ഈ നിലമ്പൂരിലെ MLA ആണല്ലോ. അൻവർ പറയുന്നതിലൊരു സത്യം ഉണ്ടെന്ന് തോന്നുന്നു. അതിന് കേൾക്കാൻ വേണ്ടി ആകാംക്ഷയിൽ വന്നതാണ്. സി പി എം അനുഭാവിയാണോ അല്ലെങ്കിൽ സി പി എം പ്രവർത്തകർ? അനുഭാവിയായിരുന്നു. അവരെ പക്ഷമായിട്ട് ചിന്തിക്കുമ്പോൾ അൻവറിൻ്റെ അടുത്ത് ശരിയുണ്ടെന്ന് തോന്നുന്നു. അവിടെ നാട്ടിൽ പാർട്ടി പ്രവർത്തകനൊക്കെയാണ്. പ്രവർത്തനത്തിൽ അതിന് പരസ്യത്തിലായിട്ട് ഇറങ്ങില്ല. പക്ഷേ നമ്മൾ വോട്ട് സി പി എമ്മിന് ഇത്രകാലം ചെയ്തത്. എവിടുന്നായിരുന്നു? വളാഞ്ചേരി. ഇവിടെ ഈ അൻവറിനോടുള്ള പിന്തുണയാണോ അല്ലെങ്കിൽ സി പി എമ്മിനോടുള്ള പ്രതിഷേധമാണോ? സി പി എമ്മിനോടുള്ള പ്രതിഷേധമല്ല, അൻവർ പറഞ്ഞ കാര്യങ്ങൾ കുറേ സത്യമുണ്ട്, അതറിയാൻ വേണ്ടിയിട്ട് വന്നു. ഇവരൊരു പാർട്ടി പ്രഖ്യാപിക്കുകയാണെങ്കിൽ കൂടെ ഉണ്ടാവും നിങ്ങൾ? അത് അൻവർ എന്ത് പറയുമെന്ന് നോക്കണം. അത് ഈ നിലമ്പൂരിൻ്റെ ഒരു മനസ്സ് അൻവറിനൊപ്പമാണോ ശരിക്കും? തീർച്ചയായും. നിങ്ങൾ എവിടുന്ന വരുന്നത്? ഞങ്ങൾ കുറച്ച് ലോങ്ങാണ്. പട്ടാമ്പി. പട്ടാമ്പിന്നായിരുന്നു. എന്തുകൊണ്ട് പട്ടാമ്പിയിൽ നിന്ന് നിലമ്പൂരിലൊരു യോഗം? അത് ഇപ്പോൾ പാർട്ടിയുടെ പല കാര്യങ്ങളും അൻവർക്ക് പറഞ്ഞത് ശരിയാണ്. അപ്പോൾ അതൊന്ന് കേട്ട് മനസ്സിലാക്കണ്ടേ ഞങ്ങൾക്ക്. എവിടുന്നായിരുന്നു? എവിടെ തന്നെ? നിലമ്പൂർ തന്നെ. നിലമ്പൂർ തന്നെ. ഇവിടെ നിലമ്പൂരിൽ എവിടെയാണ്? നിലമ്പൂർ കൂറ്റമ്പാറ. എന്തുകൊണ്ട് ഈ നിലമ്പൂരിലെ ജനങ്ങൾ അൻവറിനൊപ്പമാണോ MLAക്കൊപ്പമാണോ പാർട്ടിക്കൊപ്പമാണോ? MLA ഒപ്പാണുള്ളത്. എന്തുകൊണ്ട് MLAക്ക്? മൂപ്പരെ വ്യക്തിപരമായ കാര്യങ്ങളും ജനങ്ങളോടുള്ള സമീപനം അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. നിലമ്പൂരിന് അൻവറിനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അല്ലേ? അതെ, തീർച്ചയായിട്ടും. എവിടുന്നാ വരുന്നത്? ഇടക്കര. അൻവറിന്റെ കൂടെയാണ്? അൻവറാക്കാൻ്റെ കൂടെയാണെന്ന് വെച്ചാൽ അൻവറാക്കാൻ്റെ പാർട്ടി ബേസിലല്ല, സ്വയം ഒരു തീരുമാനത്തിൽ എത്തിയാണ്. പാർട്ടി ബന്ധം ഉണ്ടായിരുന്നു? പാർട്ടി ബന്ധമൊന്നുമില്ല. ഇല്ല, പാർട്ടിയിലും ഒരു പാർട്ടിയിലും ബന്ധമില്ല. അൻവറാക്കാൻ നിൽക്കുന്നുണ്ട്, അൻവറാക്കാൻ്റെ കൂടെ ഇനി കാലകാലം ഉണ്ടാവും. നിലമ്പൂർ മൊത്തത്തിൽ അങ്ങനെ അൻവറിനൊപ്പമാണെന്ന് പറയാൻ പറ്റും? 90% വരെ അൻവറാക്കൊപ്പമാണ്. 1% പിന്മാറില്ല. നിങ്ങളൊക്കെ എവിടുന്ന വരുന്നത്? ഞാൻ വയനാട്. വയനാട്. എന്തുകൊണ്ട് അൻവറിന് പിന്തുണ? അൻവർ പറയുന്നതിൽ ഇത് യാഥാർത്ഥ്യം ഉണ്ടെന്ന് നമുക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ വണ്ടി വിളിച്ചിങ്ങോട്ട് വന്നത്. കുറേ പേര് വന്നിട്ടുണ്ടോ? ഒരു വണ്ടിക്കുള്ള ആൾ വന്നിട്ടുണ്ട്. നിങ്ങൾ എവിടുന്ന? ഞാൻ പട്ടാമ്പി. എന്തുകൊണ്ട് അൻവറിനൊപ്പം നിൽക്കുന്നു എന്നാണ് പറയുന്നത്? അൻവർ പറയുന്ന കാര്യങ്ങളിൽ സത്യാവസ്ഥ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വന്നത്. നേരത്തെ സി പി എമ്മിനൊപ്പം ആയിരുന്നു അല്ലെങ്കിൽ അൻവർ? എനിക്കങ്ങനെ പാർട്ടികളൊന്നുമില്ല, ഞാൻ നിഷ്പക്ഷനാണ്. ഞാൻ നിലമ്പൂർ തന്നെയാണ്. നിലമ്പൂരാണ്. എവിടെയാണ്? നിലമ്പൂർ അകമ്പാടം എന്ന സ്ഥലത്ത്. ഈ നിലമ്പൂരുകാർക്ക് ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അൻവറിനൊപ്പമാണോ പാർട്ടിക്കൊപ്പമാണോ എന്നുള്ളതാണ്. നിങ്ങൾ നേരത്തെ പാർട്ടി പ്രവർത്തനം എന്തുണ്ട്? ഇല്ല, പാർട്ടി പ്രവർത്തനമൊന്നുമില്ല. നമ്മൾ അൻവറാക്ക ഈ പാർട്ടിയിൽ വന്നതിന് ശേഷം
നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി കൂടെ നിന്ന ആളാണ്. അൻവറിനൊപ്പം പാർട്ടിയിലേക്ക് വന്നതാണ്. അതെ അതെ, ഇനിയിപ്പോൾ പാർട്ടിക്കൊപ്പമല്ല അൻവറിനൊപ്പമാണ്. തീർച്ചയായിട്ടും പാർട്ടിക്കൊപ്പമല്ല എന്ന് പറയാൻ കാര്യം എന്താ വെച്ചാൽ കുറേ കാര്യങ്ങൾ, വാസ്തവവിരുദ്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പിന്നെ നമുക്ക് വെളിച്ചത്ത് വരേണ്ടതുണ്ട്. അതിന് പ്രധാനമായിട്ടും അൻവറാഖ് ഉന്നയിച്ച മുഴുവൻ കാര്യങ്ങളും 100% ശരിയാണ് എന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ ഒരു വിശ്വാസത്തിലൂടെ തന്നെ മുന്നോട്ട് പോകുള്ളൂ. അൻവർ നേരത്തെ പറഞ്ഞ കുറേ പഞ്ചായത്തെങ്കിലും വീഴുന്നുള്ളതാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന്, ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടത്തിൽ നിന്ന് ഇതിന് വേണ്ട ഒരു എന്താ പറയുക, നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ രീതിയിലൊരു മറുപടി ഇതുവരെ വന്നിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും മറുപടി അറിയിക്കുന്ന ചോദ്യമല്ലേ അത്. എവിടെ നിന്ന് വരുന്നത്? നമ്മൾ മലപ്പുറം. മലപ്പുറം. അൻവറിനൊപ്പമാണ് അല്ലേ? നേരത്തെ പാർട്ടിയിലൊക്കെ ഉണ്ടായി, CPM ഉണ്ടായിരുന്നാണോ? CPM അനുഭാവിയായിരുന്നു. CPM അനുഭാവിയായിരുന്നോ? അതെ. ഇപ്പൊ അൻവറിനൊപ്പം. എവിടുന്നാ? ഞങ്ങൾ മലപ്പുറത്തുനിന്നാ. മലപ്പുറത്താണ്. നേരത്തെ CPM-ലൊക്കെ പ്രവർത്തിച്ചിട്ടില്ല. നമ്മള് ലീഗുകാരനാണ്. ലീഗ് അൻവറിനൊപ്പം. നമ്മളിന്നും ലീഗ് തന്നെയാണ്. സത്യം ആരാ വിളിച്ചു പറയുന്നത് അത് കേൾക്കാൻ വേണ്ടി വന്നതാ. ലീഗ് പ്രവർത്തകരും ഉണ്ട് എന്നുള്ളതാണ്. എവിടുന്നാ വരുന്നത്? വാഴക്കാട്. വാഴക്കാട്. CPM അനുഭാവിയൊക്കെ ആയിരുന്നോ? അനുഭാവിയാണ്, പക്ഷേ ഇതെന്താ പറഞ്ഞ യാഥാർത്ഥ്യമാണോന്ന് പഠിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പറഞ്ഞല്ല യാഥാർത്ഥ്യമാണ്. ഇനി എന്താ പറയാന്നുള്ള ഒന്ന് കേൾക്കാൻ വേണ്ടി വന്നു. എവിടുന്നാ? ഞാൻ വാഴക്കാട് മുണ്ടുപോയി. എന്തുകൊണ്ട് അൻവറിനൊപ്പം നിൽക്കുന്നു? വെറുതെ അങ്ങനെ പരിപാടി ഉണ്ടായിരുന്നപ്പോ കേൾക്കാൻ വേണ്ടി വന്ന. അൻവറിനെ കേൾക്കുക എന്നുള്ളതാണ്. അൻവർ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചാൽ കൂടെ ഉണ്ടാവും. അല്ലല്ല, അത് പിന്നെ ആലോചിക്കാം. ഇപ്പൊ അൻവറിനെ കേൾക്കാന്ന് മാത്രം. എവിടുന്നാ വരുന്നത്? ഞാൻ കുറ്റിക്കാട്ടൂര്. കുറ്റിക്കാട്ടൂര്. എവിടുന്നാ? ഞാൻ എടവണ്ണപ്പാറ. പാർട്ടിക്ക് CPM ആയിരുന്നു നേരത്തെ. അല്ലല്ല, ഞാൻ നിഷ്പക്ഷമായിരിക്കുന്ന. പക്ഷെ അൻവർ പറയുന്ന നിലപാടിൽ അതിലുള്ള ആ വിശ്വാസത്തിൽ വന്നാണ്. ഏത് അൻവർ പറയുന്ന അൻവർ കുറേ ആരോപണം ഉന്നയിച്ചു. മുഖ്യമന്ത്രി ഇതുവരെയായിട്ട് ഒന്നിനും വ്യക്തമായൊരു മറുപടി ഇന്നേ വരെയായിട്ട് കൊടുത്തില്ല. ഒരു ചോദ്യത്തിന് പോലും മുഖ്യമന്ത്രി ഇതുവരെയായിട്ട് വ്യക്തമായൊരു മറുപടി കൊടുത്തില്ല. മണിക്കൂർ കണക്കിനുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഇന്നേ വരെ ഒരു വ്യക്തമായ ഒരു മറുപടി പോലും അൻവറിന് മുഖ്യമന്ത്രിന്റെ അടുത്ത് കിട്ടിയില്ലല്ലോ. അപ്പൊ എന്ത് പറയുന്നു എന്ന് അനുസരിച്ച് കേൾക്കാം. CPM അനുഭാവികളായിരുന്നു നേരത്തെ. അല്ല, ഞാൻ ചെറിയൊരു അനുഭാവിയായിരുന്നു. പക്ഷേ എവിടെ വരുന്നത്? അരീക്കോട്. നേരത്തെ പാർട്ടി പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെ? നിങ്ങൾ പാർട്ടി അംഗമാണോ അല്ലെങ്കിൽ? പാർട്ടി അംഗമായിരുന്നു. അപ്പോൾ അൻവർക്ക് പറഞ്ഞത് 100% ശരിയാണ്. CPM-ന്റെ അംഗമാണോ ഇപ്പോൾ? നമുക്ക് തന്നെ സ്റ്റേഷനിൽ ചെന്നിട്ട് പല അനുഭവങ്ങളും നമുക്ക് നേരിട്ടതാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച അരീക്കോട് സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരു സംഗതി പറഞ്ഞിട്ട് സ്വീകരിക്കാനായിട്ട് കളവ് പോയി സ്വീകരിക്കാഞ്ഞിട്ട് ഞങ്ങൾ മലപ്പുറം SP പോയി കണ്ടിട്ട് മലപ്പുറം SP അത് മുക്കി കളഞ്ഞതായിരുന്നു അന്നുണ്ടായിരുന്ന പ്രശ്നം. ഇവർ പറയുന്നതിൽ ശരികളുണ്ട്. 100% ശരിയാണ്. എവിടുന്നാ വരുന്നത്? സുബൈർ. എവിടുന്നാ വരുന്നത്? നമ്മൾ കരുളായി. നിങ്ങളായി ഈ നിലമ്പൂർ മണ്ഡലത്തിലാണോ? നിലമ്പൂർ മണ്ഡലത്തിൽ. ഇപ്പൊ ഇനി അൻവറിനൊപ്പമാണോ അല്ലെങ്കിൽ പാർട്ടിക്കൊപ്പമാണോ? അൻവറിനൊപ്പം. നേരത്തെ CPM-നൊപ്പം. അല്ലല്ല, നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നു. നേരത്തെ കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. പക്ഷെ അൻവറിന്റെ ചെയ്ത്ത് ഉസാറാണെന്നുള്ളതുകൊണ്ടാണ് അൻവറിന്റെ പരിപാടി. എവിടെയാണോ അവിടെ ഉണ്ടാവും. എവിടെ? നമ്മൾ അരീക്കോട്. അരീക്കോട് എന്നൊക്കെ. അരീക്കോടിന് ഈ നിലമ്പൂർ മണ്ഡലമായിട്ട് എന്ത് ബന്ധമുണ്ടോ? ബന്ധം. അൻവറിന്റെ ഈ ശക്തമായ ഈ നിലപാടിനോട് നമ്മൾ യോജിക്കണം, അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. എവിടെ നിന്നൊക്കെ? അരീക്കോട്. നിങ്ങളൊക്കെ അരീക്കോട് ഒരു ടീമായിട്ട് അരീക്കോട് വന്നതാണ്. അൻവറിനൊപ്പമാണ്. അൻവറിനൊപ്പമാണ്. ഇതുവരെ ആയിട്ട് ഒരു കാര്യം തുറന്ന് പറയാൻ പാർട്ടിയുള്ള ഒരു അൻവർ മാത്രമേ ഉള്ളൂ. അൻവറിന് എപ്പോഴും പിന്തുണ നമ്മൾ കൊടുക്കും. മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ ശക്തമായിട്ട് പ്രതികരിക്കാൻ അൻവറെ ഉണ്ടായുള്ളൂ. മുഖ്യമന്ത്രിക്കെതിരെ കുറച്ച് കഴിഞ്ഞാൽ തെളിയല്ലോ. അപ്പം പറയും. ഓക്കെ. എവിടുന്നാ വരുന്നത്? എവിടുന്നാ? ഞങ്ങൾ മലപ്പുറത്ത്. എവിടെ? മലപ്പുറം പടപ്പറമ്പ്. മലപ്പുറത്ത് നിന്ന് നിലമ്പൂരിൽ അൻവറിന് പിന്തുണ പ്രഖ്യാപിക്കാനുള്ള ഒരു കാരണം എന്താ? അൻവർ സാഹിബ് പറഞ്ഞ കാര്യത്തിലേ ഞങ്ങൾക്കും കുറെ കാര്യങ്ങൾ അറിയുന്നുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. എവിടുന്നാ? ഞങ്ങൾ എടുത്ത് തന്നെ മലപ്പുറത്ത് മങ്കട മണ്ഡലം. അൻവറിനൊപ്പമാണ്. അങ്ങനെ പറയാനായിട്ടില്ല, ഞങ്ങൾ നോക്കട്ടെ. ഇവർ എന്ത് പറയുന്നു കേൾക്കണം. ഇവർ എന്ത് പറയുന്നു കേൾക്കാനാണ് വന്നത്.